ക്രിയേറ്റീവ് ജെ. നമ്മളിപ്പോൾ കുറേ നാളായില്ലേ മിനിയേച്ചറിൻ്റെ ഒക്കെ ലോങ് വീഡിയോ കണ്ടിട്ട്. നമ്മൾ ഇടയ്ക്കൊക്കെ ഫിഷിൻ്റെ മിനിയേച്ചറൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഫുഡ് മിനിയേച്ചർ ഇപ്പോൾ കുറച്ച് നാളായി ചെയ്തിട്ട്. അപ്പോൾ ഇന്ന് ഞാനൊരു ഫുഡ് ഐറ്റത്തിൻ്റെ മിനിയേച്ചറായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾ തംബ്നെയിലൊക്കെ ഓൾറെഡി കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ നമുക്കതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കുട്ടി പപ്സ് ആണല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് പ്ലേറ്റ് ഉണ്ടാക്കുന്നതിന് തന്നെ തുടങ്ങാം. ഞാൻ വളരെ സിമ്പിളായിട്ടാണ് ഇവിടെ പ്ലേറ്റ് ഉണ്ടാക്കുന്നത്. കുറച്ചും കൂടെ ഒറിജിനലായിട്ടൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നതാണ് ഇതിന് മുമ്പ്. ഇത് ഞാൻ പെട്ടെന്ന് ഇതൊരു ക്രിയേഷൻ ആയതുകൊണ്ട് ഞാൻ വളരെ സിമ്പിളായിട്ടുള്ള ഒരു പ്ലേറ്റാണ് ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ പെർഫെക്ഷൻ ഒന്നും നോക്കിയില്ല. നമ്മൾ മിനിയേച്ചർ ഉണ്ടാക്കാൻ വേണ്ടി സാധാരണ കോൾഡ് പോർസലിൻ ക്ലേ ആണല്ലോ എടുക്കാറ്. അപ്പോൾ കോൾഡ് പോർസലിൻ ക്ലേ എടുത്തിട്ട് അത് നന്നായിട്ട് പരത്തി ഇതുപോലെ വട്ടത്തിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഏതെങ്കിലും ഇതുപോലെ പൊങ്ങിയിരിക്കുന്ന ഒരു പ്രതലത്തിൽ ഇതുപോലെ വെച്ചിട്ട് നമുക്ക് അടിയിലൊന്ന് കുറച്ചൊന്ന് പരന്നിരിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും സാധനം വെച്ചിട്ടൊന്ന് പരത്തിയും കൂടെ കൊടുക്കട്ടോ അടിയിൽ. അപ്പോൾ ഉണങ്ങി കഴിയുമ്പോൾ നമുക്കൊരു പ്ലേറ്റ് പോലെ കിട്ടും. പിന്നെ ഈ പ്ലേറ്റ് ഉണ്ടാക്കാൻ വേറെ ഏത് എയർ ഡ്രൈ ക്ലേ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി നമ്മുടെ പ്ലേറ്റ് എവിടെ ഇരിക്കട്ടെ, നമുക്ക് പപ്സിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. ആദ്യം തന്നെ വൈറ്റ് കളറും അതുപോലെ തന്നെ നമ്മുടെ മൈദാവിൻ്റെ കളറിലും ക്ലേ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതവിടെ ഇരിക്കട്ടെ. നമുക്ക് ആദ്യം അതിനകത്തുള്ള ഫില്ലിങ് റെഡിയാക്കാം. അതായത് എഗ് പഫ്സിനകത്ത് നമുക്കറിയാമല്ലോ ഉള്ളി വെച്ചിട്ടുള്ള ഒരു ഫില്ലിങ്ങും കൂടെ കാണും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കോൾഡ് പോർസലിൻ ക്ലേ കളർ മിക്സ് ചെയ്യാത്തതും റെഡും യെല്ലോ അക്രിലിക് പെയിൻറ്റ്, പിന്നെ കുറച്ച് പശ, പിന്നെ കുറച്ച് ചോക്ക് പൗഡർ അല്ലെങ്കിൽ ടാൽക്കം പൗഡർ, പിന്നെ കുറച്ച് ബേൺസ് എണ്ണയും ബ്ലാക്കും കൂടെ, ഇത്രയും സാധനങ്ങൾ മിക്സ് ചെയ്തിട്ട് ഇതുപോലെ റെഡിയാക്കി എടുക്കണം. നമുക്ക് കുറച്ച് കുട്ടി എഗ്സും കൂടെ ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വൈറ്റ് കളർ ക്ലേ വെച്ചിട്ട് എഗ്ഗിൻ്റെ ആകൃതിയിലൊന്ന് വെച്ചെടുക്കുകയാണ്. ഞാനിവിടെ എഗ്ഗ് യോക്കൊന്നും ഉണ്ടാക്കുന്നില്ല, കാരണം ഇത് കമഴ്ത്തിയാണല്ലോ വയ്ക്കുന്നത്. അതുകൊണ്ട് ഇതുപോലെ 3 എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് പഫ്സിൻ്റെ ഒരു പുറമേ ഉള്ള ബാറ്റർ ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ പരത്തിയെടുത്തതിന് ശേഷം സ്ക്വയർ ഷേപ്പിൽ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഞാൻ ശരിക്കും പഫ്സ് എങ്ങനെയാണോ ഉണ്ടാക്കണം ആ രീതിയിൽ തന്നെ മിനിയേച്ചറും ഉണ്ടാക്കാൻ നോക്കണം കേട്ടോ. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല ശരിക്കും പറഞ്ഞാൽ, കാരണം ആ രീതിയിലൊന്നും ചെയ്യാതെ നമുക്ക് ഇതിൻ്റെ ഷേപ്പ് ആക്കാവുന്നേ ഉള്ളൂ. പക്ഷേ എനിക്ക് അങ്ങനെ ചെയ്ത് നോക്കണമെന്ന് ഒരാഗ്രഹം. ആദ്യം ബാറ്റർ വെച്ചു, പിന്നെ എഗ്ഗ് വെച്ചു, പിന്നെ നമ്മുടെ ഈ ഒരു സ്ക്വയർ ഷേപ്പിലുള്ള ഡോ അത് പരത്തിയത് വെച്ചിട്ട് നമുക്കിങ്ങനെ പൊതിഞ്ഞെടുക്കാം. നമ്മൾ സാധാരണ കുക്കിങ്ങിലൊക്കെ കണ്ടിട്ടുള്ള അതേ മെത്തേഡിൽ തന്നെ ചെയ്തെടുക്കാൻ നോക്കുകയാണ് കേട്ടോ. ഇതൊരു അഹങ്കാരമായി എന്ന് ആർക്കും തോന്നരുത്. ഞാൻ വെറുതെ ഒന്ന് ചെയ്ത് നോക്കിയെന്നേ ഉള്ളൂ. അല്ലാതെ വേണമെങ്കിൽ നമുക്കിത് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ഈ ഫില്ലിങ്ങോ എഗ്ഗോ ഒന്നും അതുപോലെ തന്നെ വെക്കണം എന്നൊരു നിർബന്ധമില്ല, കാരണം അത് കാണില്ലല്ലോ. അപ്പോൾ ഇതിപ്പോൾ ഏകദേശം റോ ആയിട്ട് ആ മടക്കിയെടുത്ത ഷേപ്പ് അതൊന്ന് ഉണങ്ങി കഴിയുമ്പോൾ നമുക്കിത് വേവിച്ച് വന്ന് കഴിയുമ്പോൾ ബേക്ക് ചെയ്ത് വന്നു കഴിയുമ്പോൾ കുറച്ചുകൂടി ഇങ്ങനെ പൊട്ടലൊക്കെ ഉണ്ടാവില്ലേ, അതിൽ കുറേ ഇംപ്രഷൻസ് ഒക്കെ ഉണ്ടാവും, ബ്രെഡ് ക്രംസ് മാതിരി, അതിൻ്റെ ക്രംസ് മാതിരിയൊക്കെ ഉണ്ടാവും അതിൻ്റെ മുകളിൽ. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ചും കൂടെ ക്ലേ എടുത്തതിന് ശേഷം അതിൻ്റെ പുറത്ത് കുറച്ച് അലുമിനിയം ഫോയിൽ ചുരുട്ടിയിട്ട് അതിൻ്റെ ഇംപ്രഷൻ എല്ലാം കൊടുത്തു. പിന്നെ കുറച്ച് ഫില്ലിംഗ് ഒക്കെ വെളിയിൽ വന്ന പോലെയൊക്കെ ഉണ്ടാവും ചില പപ്സിൽ. പിന്നെ എൻ്റെ പപ്സിൽ നല്ല രീതിക്ക് ഞാൻ ഫില്ലിംഗ് എല്ലാം വെച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് കുറച്ചും കൂടെ ഫ്രണ്ടിലേക്ക് വരും. ഇനി നമുക്ക് അതിനൊരു ഒറിജിനാലിറ്റി കൊടുക്കാൻ വേണ്ടി ഇതുപോലെ സോഫ്റ്റ് പേസ്റ്റൽസ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അക്രിലിക് പെയിൻറ്റ് തന്നെ യൂസ് ചെയ്യാം ഈ കളറിലുള്ളത്. പക്ഷേ എനിക്ക് തോന്നി കുറച്ചും കൂടെ ഒറിജിനാലിറ്റി ഇടുന്ന സോഫ്റ്റ് പേസ്റ്റൽസ് വെച്ച് ഷെയ്ഡ് ചെയ്യുമ്പോഴാണെന്നാണ്. അപ്പോൾ അങ്ങനെ കുറച്ചും കൂടെ ഒരു ബ്രൗൺ ഷെയ്ഡും യെല്ലോ ഷെയ്ഡും ഒക്കെ ഇതുപോലെ കൊടുത്തെടുക്കുക. ഇനി അതിൽ കുറച്ചും കൂടെ ഒരു കുക്ക്ഡ് എഫക്റ്റ് ഒക്കെ വരാൻ വേണ്ടി, കുറച്ചുകൂടെ ഒരു ഒറിജിനാലിറ്റി വരാൻ വേണ്ടി ഞാനിവിടെ ഗ്ലാസ് പെയിൻ്റാണ് എടുത്തിട്ടുള്ളത്, ബ്രൗണും യെല്ലോയും. അത് വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് ടച്ചപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഇല്ല നിങ്ങളുടെ കയ്യിൽ ഇതില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് വാർണിഷ് ആണെങ്കിൽ യൂസ് ചെയ്യാം. ഒത്തിരി ഗ്ലോസി വാർണിഷ് യൂസ് ചെയ്യാതിരുന്നാൽ മതി. ജസ്റ്റ് അല്ലെങ്കിൽ ഫെവിക്കോൾ തന്നെ ഒന്ന് ലൈറ്റ് ആക്കിയിട്ട് മോഡ് പോഡ്ജോ ഫെവിക്കോള് വാട്ടറിൽ മിക്സ് ചെയ്തതോ വെച്ചിട്ടും ഇതുപോലെ ഡാബ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ നമ്മുടെ കുട്ടി പപ്സ് ഇവിടെ റെഡിയായി കിട്ടും. ഇനി ഞാൻ വേണ്ടാത്തൊരു പരിപാടി ചെയ്തിട്ടുണ്ട്. ഇതിനൊരു ബേസ് ഉണ്ടാക്കാൻ നോക്കി. അതിൻ്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല, കാരണം നമുക്ക് ഇതന്നെ മതിയായിരുന്നു, കാരണം ഇതൊരു കുഞ്ഞു ക്രിയേഷനാണ്. ഞാൻ പിന്നെ വെറുതെ ഒരു ബേസ് ഉണ്ടാക്കി. ഇനിയിപ്പോൾ ഇതിന് വെച്ചില്ല വെച്ചെങ്കിലും വേറെ എന്തിനെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ ഇത്. അപ്പോൾ ഞാൻ ഒരു കുറച്ച് പേപ്പർ ക്ലേ എടുത്തിട്ട് ഇതുപോലെ വട്ടത്തിലൊന്ന് മുറിച്ചെടുത്തിട്ട് അത് ഉണങ്ങി കഴിയുമ്പോൾ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ആദ്യം ഒരു ഗ്രേ കളർ കൊടുത്തു. ആദ്യം ഇഷ്ടപ്പെടാതെ ഞാൻ കുറച്ചുകൂടെ ഒരു ബ്രൗൺ ഷെയ്ഡ് കൊടുത്തു. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ പ്ലേറ്റ് വെക്കാനാണേ ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. എന്നിട്ട് നമ്മൾ പ്ലേറ്റിൽ ഇങ്ങനെ കുറച്ച് ഗ്ലൂ വെച്ചിട്ട് നമ്മുടെ പപ്സ് എല്ലാം അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു പപ്സ് ഒത്തിരി കുഞ്ഞായി പോയിട്ടോ, അത് സാരില്ല. ഇനി നമുക്ക് വേണമെങ്കിൽ
വേണമെങ്കിൽ ഒരു കാര്യമില്ല, വേണമെങ്കിൽ കുറച്ച് സോസും കൂടെ വെച്ച് കൊടുക്കുക ഒരു ഭംഗിക്ക്. സോസ് വെച്ച് ആരും പപ്സ് തിന്നോ എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ കഴിച്ചിട്ടില്ല. എന്നാലും ഒരു പിക്ചറിൽ അങ്ങനെ കണ്ടിരുന്നു, എന്ന് ഇരിക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ക്രിയേഷൻ. നിങ്ങൾ നോക്കുമ്പോൾ ഭയങ്കര ഹയസ്റ്റ് ഒറിജിനാലിറ്റി ഒക്കെ ഉണ്ടോയെന്നൊന്നും എനിക്കറിയില്ല. എനിക്കൊരു ഫുഡ് മിനിയേച്ചർ പെട്ടെന്ന് ഇരുന്നപ്പോൾ ഉണ്ടാക്കാൻ തോന്നിയതാണ്. അപ്പോൾ എന്നാൽ എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള എഗ് പഫ്സ് ഒന്ന് ചെയ്ത് നോക്കാൻ വിചാരിച്ചു, അങ്ങനെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു കുട്ടി വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ താങ്ക് യു ഫോർ വാച്ചിങ്. Cheers!